കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ട് കേരള PSC എക്സാംസിന് ചോദിക്കാറുള്ള സം ജനറൽ നോളജ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫാദർ ഓഫ് ഏൻഷ്യൻ കെമിസ്ട്രി ജാബിർ ഇബിൻ ഹയാൻ. ഫാദർ ഓഫ് കെമിസ്ട്രി റോബർട്ട് ബോയിൽ. ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി ആന്റോണിയോ ലവോസിയ. ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി പ്രഫുല്ല ചന്ദ്ര റേ. ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ ദിമിത്രി മെൻഡലിയഫ്. ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ ഹെൻറി മോസ്ലി. ഭാരതീയനായ കണാദൻ, ഗ്രീക്ക് ചിന്തകനായ ഡെമോക്രീറ്റസ് എന്നിവർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പദാർത്ഥത്തിലെ ചെറുകണങ്ങളെക്കുറിച്ച് പ്രവചിക്കുകയുണ്ടായി. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായ ജോൺ ഡാൾട്ടൺ ആണ്. മോഡേൺ അറ്റോമിക് തിയറി ആവിഷ്കരിച്ച സയന്റിസ്റ്റിന്റെ പേരാകുന്നു ജോൺ ഡാൾട്ടൺ. മോഡേൺ അറ്റോമിക് തിയറിയുടെ ഫാദറാകുന്നു ജോൺ ഡാൾട്ടൺ. ആറ്റം എന്നുള്ള പേര് സജസ്റ്റ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേരാകുന്നു ഓസ്റ്റ്വാൾ. ഓസ്റ്റ്വാൾ എന്ന സയന്റിസ്റ്റാണ് ആറ്റം എന്നുള്ള പേര് സജസ്റ്റ് ചെയ്തത്. മോഡേൺ അറ്റോമിക് തിയറിയുടെ പിതാവാകുന്നു ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയിൽ വരുന്ന പ്രധാന പോയിന്റ്സ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എല്ലാ സബ്സ്റ്റൻസും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. രണ്ടാമത്തെ പോയിന്റ് ആകുന്നു, രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, അതുപോലെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല. ഒരു മൂലകത്തിന്റെ എല്ലാ ആറ്റങ്ങളും ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാകുന്നു ആറ്റം. രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. നമുക്കിനി ആറ്റത്തിലെ സബാറ്റോമിക് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവയുടെ ചാർജും മാസും എങ്ങനെയാണെന്ന് നോക്കാം. ഇലക്ട്രോണിന്റെ ചാർജ് ആകുന്നു 1.6022 × 10⁻⁹. പ്രോട്ടോണിന്റെ ചാർജും അങ്ങനെ തന്നെയാണ്, പക്ഷേ പ്ലസ് ആണ്. പ്ലസ് 1.6022 × 10⁻⁹ ആകുന്നു പ്രോട്ടോണിന്റെ ചാർജും. ന്യൂട്രോണിന്റെ ചാർജ് 0 ആകുന്നു. ഓക്കെ, അതുപോലെ ഇലക്ട്രോണിന്റെ മാസ് അത് 9.1 × 10⁻31 ആകുന്നു. പ്രോട്ടോണിന്റെ മാസ് 1.6726 × 10⁻27 ആകുന്നു. ന്യൂട്രോണിന്റെ മാസ് 1.675 × 10⁻27 ആകുന്നു. ഏറ്റവും കൂടുതൽ മാസുള്ള സബാറ്റോമിക് പാർട്ടികളാകുന്നു ന്യൂട്രോൺ. ഏറ്റവും കുറവ് മാസുള്ള സബാറ്റോമിക് പാർട്ടികളാകുന്നു ഇലക്ട്രോൺ. നമുക്ക് അതിന്റെ പവർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും. ഇലക്ട്രോണിന്റെ പവർ വരുന്നത് 10⁻31 ആണ്. ഓക്കെ, പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെയും പവർ ശരിയാണ്, 10⁻27 തന്നെയാണ്. എന്നാൽ ന്യൂട്രോണിന്റെ ചാർജ് നമുക്കറിയാം 1.675 ആണ്, എന്നാൽ പ്രോട്ടോണിന്റെ 1.672 ആണ്. അതിന്റെ രണ്ടിന്റെയും 10ന്റെ പവർ സെയിം ആണ്, 10⁻27 തന്നെയാണ്. എന്നാൽ ഇലക്ട്രോണിന്റെ 9.1 ആണെങ്കിലും അതിന്റെ 10ന്റെ പവർ -31 ആണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിനാണ് ഏറ്റവും മാസ് കുറവ്. സബാറ്റോമിക് പാർട്ടിക്കിളിൽ മാസ് കൂടുതൽ ന്യൂട്രോണിനാണ്. പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും വാല്യൂ ഏകദേശം സെയിം തന്നെയാണ്, കറക്റ്റ് ആണ്, സെയിം തന്നെയാണ്. പക്ഷേ 1.675 ആണ് ന്യൂട്രോണിൻ്റെത്, പ്രോട്ടോണിന്റെ 1.672 ആണ്. രണ്ടിന്റെ 10ന്റെ പവർ സെയിം ആണ്, 10⁻⁻27 ആണ്. എന്നാൽ ഇലക്ട്രോണാണ് ഏറ്റവും മാസ് കുറവ്, 10⁻31 ആണ്. ഇനി ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ചാർജ് 1.602 തന്നെയാണ്, അതിൻ്റെ 10⁻⁻19 ആണ്. അതിൻ്റെ ആ ഒരു സൈനിനാണ് വ്യത്യാസമുള്ളത്. ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഓക്കെ, ഹൈഡ്രജൻ കണ്ടെത്തിയ സയന്റിസ്റ്റിന്റെ പേരാകുന്നു ഹെൻറി കവൻഡിഷ്. ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി ആകുന്നു. അതുപോലെ കോൾ ഷീലയ്ക്കും ഓക്സിജൻ കണ്ടുപിടിച്ചതിൻ്റെ അവർ അവകാശം പോകുന്നുണ്ട്. അതുപോലെ നൈട്രജൻ കണ്ടുപിടിച്ചത് ഡാനിയൽ റൂദർഫോർഡ് ആകുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെത്തിയത് ജോസഫ് ബ്ലാക്കും ആകുന്നു. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കവൻഡിഷ്, ഓക്സിജൻ കണ്ടെത്തിയത് ജോസഫ് പ്രീസ്ലി, അതുപോലെ കോൾ ഷീലെ. നൈട്രജൻ കണ്ടുപിടിച്ചത് ഡാനിയൽ റൂദർഫോർഡ് ആകുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെത്തിയത് ജോസഫ് ബ്ലാക്ക് ആകുന്നു. അതുപോലെ ലോകത്തിൽ ആദ്യമായിട്ട് ഗ്യാസസിന്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ പോലത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അക്സെപ്റ്റബിൾ ആകുന്ന വിധം മെഷർ ചെയ്യുന്ന ഒരു സിസ്റ്റം കണ്ടെത്തിയ സയന്റിസ്റ്റിന്റെ പേരാകുന്നു റോബർട്ട് ബോയിൽ. റോബർട്ട് ബോയിൽ തന്നെയാണ് ഫാദർ ഓഫ് കെമിസ്ട്രിയും. റോബർട്ട് ബോയിൽ കണ്ടെത്തിയ കാര്യങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലോകത്തിൽ ആദ്യമായിട്ട് ഗ്യാസസിന്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ പോലത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അക്സെപ്റ്റബിൾ ആകുന്ന വിധം മെഷർ ചെയ്യാനുള്ള സിസ്റ്റം കണ്ടെത്തിയ സയന്റിസ്റ്റ് ആകുന്നു റോബർട്ട് ബോയിൽ. ഓക്കെ, നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഗ്യാസ് മിക്സ്ചേഴ്സിനെ കുറിച്ചൊന്ന് നോക്കാം. അവയാകുന്നു ഫോസ്ജീൻ, വാട്ടർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ്, കോൾ ഗ്യാസ്, ബയോഗ്യാസ്, നാച്ചുറൽ ഗ്യാസ്, LPG, ഫോസ്ഫീൻ, അതുപോലെ ഹൈഡ്രജൻ സൾഫൈഡ്. ഇവയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഗ്യാസ് മിക്സ്ചേഴ്സ് ആകുന്നു. ഫോസ്ജീൻ എന്ന ഗ്യാസ് മിക്സ്ചർ കാർബൺ മോണോക്സൈഡും ക്ലോറിനും കൂടി ചേർന്നാണ് ഉണ്ടായിട്ടുള്ളത്. വാട്ടർ ഗ്യാസ് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും കൂടി ചേർന്നാണ് ഉണ്ടായിട്ടുള്ളത്. പ്രൊഡ്യൂസർ ഗ്യാസ് കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ, നൈട്രജൻ. കോൾ ഗ്യാസ് കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ, മീഥെയിൻ. ബയോഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ. നാച്ചുറൽ ഗ്യാസിൽ മീഥെയിൻ ഉണ്ട്, ഈഥെയിൻ ഉണ്ട്, ബ്യൂട്ടൈൻ, പ്രൊപ്പെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇതെല്ലാം ജോയിൻ ചെയ്താണ് നാച്ചുറൽ ഗ്യാസ് ഫോം ചെയ്തിട്ടുള്ളത്. എങ്കിലും നാച്ചുറൽ ഗ്യാസിൽ 90% ഉള്ളത് മീഥെയിൻ ആകുന്നു. LPG ഫോം ചെയ്തിട്ടുള്ളത് ബ്യൂട്ടൈനും പ്രൊപ്പെയിനും മിക്സ് ചെയ്താകുന്നു. ഫോസ്ഫീൻ, ഹൈഡ്രജൻ സൾഫൈഡ് ഇതും ഗ്യാസ് മിക്സ്ചേഴ്സ് ആകുന്നു. ഫോസ്ഫീൻ എന്നത് അഴുകിയ മത്സ്യത്തിൽ നിന്ന് വരുന്ന ഗ്യാസ് ആകുന്നു ഫോസ്ഫീൻ. ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുന്നത് അഴുകിയ മുട്ടയിൽ നിന്ന് വരുന്ന ഗ്യാസ് ആകുന്നു ഹൈഡ്രജൻ സൾഫൈഡ്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആറിന്റെ വാല്യൂ ആകുന്നു 8.314. അതിന്റെ യൂണിറ്റ് മറക്കാതെ പഠിച്ചു വയ്ക്കുക. അതിന്റെ യൂണിറ്റ് ആകുന്നു ജൂൾ പെർ മോൾ കെൽവിൻ, അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ പെർ മോൾ കെൽവിൻ, അല്ലെങ്കിൽ പാസ്കൽ പെർ മോൾ കെൽവിൻ. ഇതാണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആറിന്റെ യൂണിറ്റ്. ഒന്നുകൂടി പറയാം, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് R = 8.314 ജൂൾ പെർ മോൾ കെൽവിൻ ആകുന്നു.